സാമ്പത്തിക ബാധ്യത അറിയിച്ച് എൻ വിജയൻ അയച്ച കത്തിന്റെ വിവരം തേടാൻ പോലീസ്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, കെപിസിസി അധ്യക്ഷന്റെ മൊഴിയെടുത്തേക്കുമല്ലേ? അരുൺകുമാർ, DCG ട്രഷറർ എൻ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് അദ്ദേഹം KPCC അധ്യക്ഷന് കത്തയച്ചിരുന്നു. ഈ കത്തിന്മേലാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ KPCC അധ്യക്ഷനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കത്തിന്റെ വിവരങ്ങൾ സംബന്ധിച്ച് ഈ KPCC അധ്യക്ഷനിൽ നിന്ന് അന്വേഷണ സംഘം ആരായും. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ KPCC അധ്യക്ഷനിൽ നിന്ന് ഈ കത്തിന്റെ വിശദമായ വിവരങ്ങൾ തേടും എന്നുള്ള രീതിയിൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് നേരത്തെ 2021 തന്നെ ഈ കത്ത് കൊടുത്തിരുന്നതായി പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ്. അന്ന് ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഈ വിഷയം തങ്ങൾക്ക് അറിയാമായിരുന്നു, അത് ചർച്ച ചെയ്തു, മുതിർന്ന നേതാക്കൾക്ക് വാണിംഗ് കൊടുത്തിരുന്നു, തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമേ എന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞത് ആ അർത്ഥത്തിൽ KPCC അധ്യക്ഷന് ഇനി പോലീസിന്റെ മുന്നിൽ പറയേണ്ടി വരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്, അല്ലേ? അരുൺകുമാർ, അതായത് ഈ എൻ വിജയന്റെ മരണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. 8 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഒപ്പം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ അദ്ദേഹം അയച്ചിരുന്ന കത്താണ്. അതല്ലാതെ മറ്റൊരു കത്ത് കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് പ്രകാരം ആ കത്തിൽ വിശദമായി തന്നെ ഈ അനധികൃതമായുള്ള നിയമന കോഴയൊക്കെയായി ബന്ധപ്പെട്ട അനധികൃത നിയമനത്തിന് വേണ്ടി നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ പലരിൽ നിന്നും പണം വാങ്ങിയതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത എൻ വിജയൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയും അത് വിശദമായി പറയുന്നുണ്ട്. അതിൽ സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദമായ ഈ കത്തിലെ വിശദ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ KPCC അധ്യക്ഷനിൽ നിന്ന് അന്വേഷണ സംഘം തേടിയേക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ 2 ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഇന്നും ഇന്നലെയും ഒക്കെയായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 പ്രതികളായ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, ഒപ്പം കോൺഗ്രസിന് മുൻ നേതാവ് KK ഗോപിനാഥൻ എന്നിവർ ഇന്നലെ ഹാജരായിരുന്നു. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ നടക്കും. ഒന്നാം പ്രതി IC ബാലകൃഷ്ണന് ഈ വരുന്ന 23, 24, 25 ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഹാജരാകാനാണ് പറഞ്ഞത്. ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് KPCC അധ്യക്ഷൻ ഇതിനകത്തൊരു പങ്കുമില്ല. KPCC അധ്യക്ഷനെ DCC ട്രഷറായിരുന്ന എൻ വിജയൻ കത്ത് അയച്ച് അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ KPCC അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത് അതിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു എന്നാണ്, നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ്. മാത്രമല്ല, മരണം കഴിഞ്ഞതിനു ശേഷം ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ KPCC അധ്യക്ഷൻ സുധാകരനെ കാണിച്ചിരുന്നു. അതാണ് അദ്ദേഹം ആദ്യം കണ്ടില്ല, വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മപ്പിശകാണെന്ന് തെളിയുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസിന് മുന്നിൽ KPCC അധ്യക്ഷനെ വിശദീകരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കും ട്രഷറർ എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ. ആത്മഹത്യ മാത്രം പറഞ്ഞാൽ പോരാ, അതിലൊരു കൊലപാതകം കൂടിയുണ്ട്. ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്തതിന് ശേഷമാണ് DCC ട്രഷറർ എൻ വിജയൻ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തത് എന്നാണ്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.